നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ 12 കോഴികൾ ദുരൂഹ സാഹചര്യത്തിൽ ചത്തുവീണത് ഏവരെയും ഭയപ്പെടുത്തി. കോഴികൾ ചത്തുവീണു എന്നതിനപ്പുറത്ത് ചത്തുവീണ കോഴികളെ അമർത്തിയപ്പോൾ വായിൽ നിന്നും തീ തുപ്പിയതാണ് ആളുകളെ ഭയപ്പെടുത്തിയത്. ചത്തുവീണ കോഴികളുടെ ശരീരത്തിൽ അമർത്തുമ്പോൾ അതിന്റെ വായിൽ നിന്ന് തീയും പുകയും വരുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങൾ വൈറലാവുകയാണ്. ഡോം ലുക്രെ ബ്രോക്കർ ഓഫ് നരേറ്റീവ്സ് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. സകലേഷ്പൂർ എന്ന ഇന്ത്യൻ ഗ്രാമത്തിലെ എല്ലാ കോഴികളും ദുരൂഹമായി ചത്തൊടുങ്ങുകയും അമർത്തുമ്പോൾ അവയുടെ വായിൽ നിന്ന് തീ പുറന്തള്ളുകയും ചെയ്തു. ഇത് പരിഭ്രാന്തി പരത്തി. വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഡോം എഴുതി. 1.25 കോഴികളും ആളുകൾ ഇതിനകം വീഡിയോ കാണുകയും ഏതാണ്ട് 8000-ന് പകരം മുകളിൽ ആളുകൾ വീഡിയോ തങ്ങളുടെ സമൂഹമാധ്യമ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അതേസമയം വീഡിയോയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ 18-ന് കർണാടകയിലെ സകലേഷ്പുരിയിലെ ഹാൻഡിക്കി ഗ്രാമത്തിലെ രവി എന്നയാളുടെ കോഴികളാണ് ചത്തതെന്ന് ഉദയവാണി റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ വൈറലായതോടെ ഇത് യാഥാർത്ഥ്യമാണോ അതോ AI വീഡിയോ ആണോ എന്ന് ചോദിച്ച് 100 കണക്കിന് കുറിപ്പുകളാണ് പങ്കുവയ്ക്കപ്പെട്ടത്. മറ്റു ചിലർ കോഴികളെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷം നൽകിയിട്ടുണ്ടാകാമെന്നും അതാകും അവയിൽ വായിൽ നിന്ന് തീ പുറത്തു വരാൻ കാരണമെന്നും സംശയം പ്രകടിപ്പിച്ചു. കോഴികൾ എന്തെങ്കിലും തരത്തിലുള്ള വിഷപദാർത്ഥം, പ്രത്യേകിച്ചും എക്സോതെർമിക് പ്രതിപ്രവർത്തനത്തിന് തരത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. അബദ്ധത്തിലോ മനഃപൂർവ്വമോ കോഴിത്തീറ്റൽ കലർത്തിയ വിഷപദാർത്ഥങ്ങൾ ഇത്തരം ചില അസാധാരണമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഒരു എക്സ് ഉപഭോക്താവ് എഴുതിയത്. ചത്ത കോഴികളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വാതകമോ രാസവസ്തുക്കളോ കടന്നിട്ടുണ്ടാകാമെന്നും അതാണ് അമർത്തുമ്പോൾ തീ പുറത്തു വരുന്നതെന്നും മറ്റു ചിലർ കുറിച്ചു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോഴികളുടെ ഉടമയായ രവി പോലീസിന് പരാതി നൽകിയതായി ഉദയവാൻ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ തന്നെ മറ്റൊരു സംഭവത്തിൽ ഛത്തീസ്ഗഡിൽ ജീവനുള്ള കോഴി വിഴുങ്ങിയതിനെ തുടർന്ന് 35-കാരനായ ഒരാൾ ശ്വാസം മുട്ടി മരിച്ച സംഭവം പുറത്തു വന്നിരുന്നു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിലാണ് നാടിനെ നടുക്കിയ സംഭവം. യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് എല്ലാവരും ഞെട്ടുന്ന കാഴ്ചയായിരുന്നു. യുവാവ് വിഴുങ്ങിയ കോഴിക്കുഞ്ഞിന് അപ്പോൾ ജീവനുണ്ട്. വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ആനന്ദ് കുമാറിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പല ചികിത്സകൾ ചെയ്തിട്ടും ഫലമൊന്നും കാണാതെ വന്നതോടെ ഇയാൾ മന്ത്രവാദിയെ സമീപിക്കുകയായിരുന്നു. ഈ മന്ത്രവാദിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഈ വിചിത്ര ചികിത്സ നിർദ്ദേശിച്ചത്. കുഞ്ഞുണ്ടാകാൻ കറുത്ത കോഴിക്കുഞ്ഞിനെ ജീവനോടെ വിഴുങ്ങണം എന്നായിരുന്നു മന്ത്രവാദിയുടെ നിർദ്ദേശം. അന്ധവിശ്വാസിയായ ആനന്ദ് ഈ നിർദ്ദേശം അതേപടി തന്നെ അനുസരിക്കുകയും ചെയ്തു. കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയ ഉടൻ മുറിയിൽ കുഴഞ്ഞു വീണു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ കുഴഞ്ഞു വീണെന്നാണ് ആനന്ദിനെ ആശുപത്രിയിൽ എത്തിച്ച് ബന്ധുക്കൾ ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും ആനന്ദിന് ജീവൻ നഷ്ടമായിരുന്നു. ഏകദേശം 20 സെന്റിമീറ്റർ നീളമുള്ള കോഴിക്കുഞ്ഞ് ശ്വാസനാളത്തെയും ഭക്ഷണപാതയെയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കുടുങ്ങിയതായും ഇത് ശ്വാസതടസ്സമുണ്ടാകാൻ കാരണമായതായും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വെളിപ്പെടുത്തി. 15,000-ത്തിലധികം പോസ്റ്റ്മോർട്ടം നടത്തിയ തന്റെ കരിയറിൽ ഇത്തരമൊരു കേസ് നേരിടുന്നത് ഇതാദ്യമായിട്ടാണ് എന്നായിരുന്നു ഡോക്ടർ സന്ദു ബാഗ് വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.